ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്കിടെ സെലൻസ്കിയോട് വൈറ്റ് ഹൌസിന് പുറത്തു പോകാൻ ആജ്ഞാപിച്ച് ട്രംപ്. സെലൻസ്കിയോട് മൂന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ എന്നും ട്രംപ് ചോദിച്ചുവെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വിഷയത്തിൽ മൗനം തുടരുകയാണ് ഇന്ത്യ. ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ചയിൽ അസാധാരണമാകും വിധത്തിലുള്ള രംഗങ്ങളാണ് നടന്നത്. നേതാക്കൾ തമ്മിൽ അതിരൂക്ഷമായ വാക്പോര് നടന്നത് മാധ്യമങ്ങൾക്ക് മുന്നിലാണ്. വൈറ്റ് ഹൌസ് വിട്ട് സെലൻസ്കിയോട് പുറത്തു പോകാൻ ട്രംപ് പറഞ്ഞുവെന്നും ഒന്നാം ലോക മഹായുദ്ധത്തിന് ശ്രമിക്കുകയാണോ സെലൻസ്കി എന്നും ട്രംപ് ചോദിച്ചുവെന്നാണ് റിപ്പോർട്ട്. സെലൻസ്കിക്ക് സമാധാനം പുലരണമെന്ന് താല്പര്യമില്ലെന്നും അനാദരവ് കാട്ടിയെന്നും ട്രംപും വൈസ് പ്രസിഡന്റ് JD വാൻസും പറഞ്ഞുവെന്നും റിപ്പോർട്ടുണ്ട്. ട്രംപിന്റെ എല്ലാ നിർദ്ദേശങ്ങളും സെലൻസ്കി തള്ളി. വാൻസ് യുക്രൈൻ സന്ദർശിച്ചിട്ടുണ്ടോ എന്ന മറുചോദ്യം സെലൻസ്കി ഉന്നയിച്ചു. വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് ഇന്ത്യ. സ്ഥിതി നിരീക്ഷിക്കാനാണ് ഇന്ത്യയുടെ നീക്കം. വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിൽ അസാധാരണ സംഭവങ്ങളാണ് ഇന്നലെ നടന്നത്. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഓവൽ ഓഫീസിലെ ചർച്ച തുടങ്ങിയത്. വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഇല്ലാതെയായിരുന്നു ചർച്ച ആരംഭിച്ചത്. വൈസ് പ്രസിഡന്റും യുക്രൈന്റെ രൂക്ഷ വിമർശകനുമായ JD വാൻസുമാണ് വിദേശകാര്യ സെക്രട്ടറിക്ക് പകരമുണ്ടായിരുന്നത്. യുക്രൈൻ പ്രസിഡന്റിനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന വാർത്തയും പടരുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ അതിരൂക്ഷമായ പരസ്യ വാക്പോരാണ് ലോകം സാക്ഷിയായത്. തർക്കത്തിന് പിന്നാലെ സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കുകയും ചെയ്തു. യുദ്ധം അവസാനിപ്പിക്കേണ്ടത് നയതന്ത്രത്തിലൂടെയാണെന്ന വാൻസിന്റെ വാക്കുകളോട് എന്തുതരം നയതന്ത്രം എന്ന് സെലൻസ്കി തിരിച്ചു ചോദിച്ചു എന്നും വാർത്തയുണ്ട്. സുരക്ഷാ വ്യവസ്ഥ വേണമെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമില്ലെന്നും മൂന്നാം ലോക മഹായുദ്ധമാണോ ലക്ഷ്യമെന്നും ട്രംപ് സെലൻസ്കിയോട് ചോദിച്ചു. യുക്രൈന് ഇത്രയും കാലം ഫണ്ട് നൽകിയതിന് ബൈഡനെ വിഡ്ഢിയായ പ്രസിഡന്റ് എന്ന് വിളിച്ച് പരിഹസിക്കുകയും ചെയ്തു ട്രംപ്. പിന്നെ അധിക നേരം ചർച്ച നീണ്ടില്ല. സംയുക്ത വാർത്താ സമ്മേളനം റദ്ദാക്കുകയായിരുന്നു. യുക്രൈനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഒരു ചർച്ചയാണ് ഇങ്ങനെ അവസാനിച്ചത്. സമാധാനം ആവശ്യമെന്ന് തോന്നിയാൽ സെലൻസ്കിക്ക് തിരിച്ചു വരാമെന്ന് ട്രംപ് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു. വൈറ്റ് ഹൌസിന് പുറത്തിറങ്ങിയ സെലൻസ്കി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നിന്നില്ല. പിന്നീട് എക്സിൽ സെലൻസ്കി ട്രംപിന് നന്ദി പറഞ്ഞു. വിഷയം റഷ്യൻ മാധ്യമങ്ങളും ചർച്ചയാക്കുകയാണ്. KFIL ന്യൂസ് ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.